ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫസീലാനെ കാണാനാണ്. ഫസീലാക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫസീലാക്ക് ചെറിയൊരു ഒസ്വാസിൻ്റെ ഒരു വിഷയമാണ്. പിന്നെ അതേപോലെ ഗുളികയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം ഒരു ടെൻഷനാണ്. 15 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ അവിടുന്ന് എന്തോ ഒരു ഛർദി വരികയും അതെന്തോ ഭക്ഷണത്തിലുള്ള എന്തോ ബുദ്ധിമുട്ട് വന്ന ഛർദി ആയിരുന്നു. അത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ എന്തോ ടോക്കോ കാര്യം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ടുള്ള എന്തോ ടെൻഷനൊക്കെ വന്നിട്ട് ഈ ബുദ്ധിമുട്ട് വന്നതാണ്. അപ്പോൾ അതിനുശേഷം കല്യാണാലോചനകളൊന്നും നടന്നില്ല. ഒരുപാട് ആലോചിച്ചെങ്കിലും പറ്റിയൊന്നും കിട്ടിയില്ല. വസ്വാസിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ചെയ്യുന്നതിലൊന്നും ഒരു തൃപ്തി ഇല്ലാത്തൊരു വിഷയമാണ് ഈ വസ്വാസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കാല് കഴിയുക ഒന്നുകൂടി കയറണം തോന്നും, അങ്ങനെ ഒരു പിന്നെ ഓവർ വൃത്തി എന്ന് വേണമെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ വസ്വാസൊക്കെ കുറേ കുറഞ്ഞിക്കെന്നാണ് പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം. ഈ കാണുന്നത് ബ്രദറിൻ്റെ ആങ്ങളേൻ്റെ വീടാണ്. ഇപ്പോൾ ആങ്ങളേൻ്റെ കൂടെയാണ് ഉള്ളത്. ഒരാങ്ങളെയും ഒരു ബാക്കി പെൺകുട്ടികളുമാണ്. അപ്പോൾ ആങ്ങളേൻ്റെ കൂടെയാണ് ഉള്ളത്. നമുക്ക് ബാക്കി അവരോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഫസീല. ഫസീല, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? എത്ര വരെയാണ് പഠിച്ചേ? 10ാം ക്ലാസ് വരെയാ? അതിനുശേഷം എന്തെങ്കിലും പോയിരുന്നോ? ഇല്ല. ഇപ്പം എത്ര വയസ്സായി? 40 വയസ്സില്ലേ? 15 വർഷം മുമ്പേ നമ്മൾ ഡിവോഴ്സ് ആയതില്ലേ? അപ്പോൾ ഒസ്വാസിൻ്റെ വിഷയം കല്യാണത്തിന് മുമ്പ് ഉണ്ടായിനോ? മുമ്പ് ഉണ്ടായിട്ടില്ല. കല്യാണ ശേഷം അങ്ങനെ വന്നേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒസ്വാസ് അങ്ങനെ ഉണ്ടോ? എന്ത് ചെയ്താലും ഒരു തൃപ്തി ആവില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്കുള്ള കുഴപ്പമുള്ളൂ, അധികമായിട്ടില്ല. കുറച്ച് ചെറിയ രീതിയിൽ അല്ലേ? ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണമല്ലേ? സ്ഥിരമായിട്ട് കുടിക്കണം. 2 നേരം? അത് ഈ ടെൻഷൻ വന്നിട്ടാ? ടെൻഷൻ. എന്താ ടെൻഷൻ? ഒരു പേടിയും ബേജാറും. പേടിയും ബേജാറും? അതെന്തിനാ പേടി? മനസ്സിന് ഓരോ കല്യാണക്കാര്യമൊക്കെ ആലോചിച്ചിട്ടാ? ഡിവോഴ്സ് ആയ വിഷമമൊക്കെയാണോ? അതൊന്നും ആലോചിക്കണ്ട കേട്ടോ. അത് നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നല്ല ആലോചനകളൊക്കെ വരും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ ഫസീലാക്ക് അതാണ് ബുദ്ധിമുട്ട് കേട്ടോ. വസ്വാസിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. പിന്നെ ഈ പേടി കാര്യങ്ങൾ. ഇപ്പോൾ ദേഷ്യം വരലുണ്ടോ? ദേഷ്യം അതന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട്. അത് ദേഷ്യമാണോ? ഫസീലാക്ക് ഇപ്പോൾ 40 വയസ്സല്ലേ ആയത്? നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റൂ? ഒരു 50 ഉള്ളിൽ അല്ലേ? ഒരു 45 ഒരു 45, 47 അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് വേണ്ടത്. ദൂരം നമുക്ക് പ്രശ്നം, ദൂരം വേണ്ട. ഇവർ പറയുന്നത് അധികം ദൂരം വേണ്ട എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ആങ്ങളെയാണ് ഉള്ളത്. 4 പെങ്ങന്മാർ ഒരാങ്ങളെയാണുള്ളത്. ആങ്ങൾക്ക് ചെറിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അധികം ദൂരം വേണ്ട. മലപ്പുറം ജില്ലയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ. മലപ്പുറം ജില്ലേൻ്റെ ഉള്ളത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഫസീലാൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരുന്ന ആളാവണം. ഇതിലാരും അനാവശ്യമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ. ഓളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇക്ക എല്ലാവരോടുമാണ് ഒരു പുതിയ സിം എടുത്തിട്ട് ആ നമ്പർ തന്നാൽ ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, വീഡിയോ കോൾ അത് ഇത് ഓളോട് സംസാരിക്കണം തന്നാൽ ഫോണൊന്നും കൊടുക്കണ്ട. ആണുങ്ങൾ മാത്രം സംസാരിക്കുക കേട്ടോ. നിങ്ങൾ മാത്രം സംസാരിക്കുക. കല്യാണം പെണ്ണ് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം, അല്ലാണ്ടൊന്നും കൊടുക്കരുത് കേട്ടോ. പലതും പറയൂ. അതോടെ പക്വതയോടെ നിങ്ങൾ ഡീൽ ചെയ്യണേ. അതാണ് പറയാനുള്ളത്. ഓക്കെ, വളരെയധികം ശ്രദ്ധിക്കുക. നല്ല ആലോചനകളൊക്കെ എന്തായാലും വരും. ഓളെ അടുത്ത് ഫോൺ കൊടുക്കരുത് കേട്ടോ. വീഡിയോ കോൾ വാങ്ങാനൊന്നും നിൽക്കരുത്. വാട്സപ്പ് ഇല്ലാത്ത ഫോൺ മതി. ഇപ്പം നമുക്ക് ഫോൺ വിളിച്ച് പറയാനല്ലേ. പറയാ ഫസീല, എങ്ങനെ സംസാരിക്കാൻ മടിയുണ്ടാ പുറത്തുള്ള ആൾക്കാരോട് അല്ലേ? അത് പിന്നെ എന്താ, ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചോണ്ട് അല്ലേ? പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഒക്കെ നമുക്ക് പോലെ ഫേസ് ചെയ്യാനും കാണാനും ഒക്കെ ഒരു പേടിയുണ്ടോ? പേടിയാണോ? അധികം ഫസീല പുറത്തേക്ക് പോകാറില്ല? വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാ? പോകാനൊന്നുമുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല അല്ലേ? ഫസീലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അറിയോ? അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ? അതൊക്കെ ചെയ്യലുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊരു ഒതുങ്ങിക്കൂടി വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കലാണ് അല്ലേ? അതെ, അത് പറ്റൂല കേട്ടോ. നല്ല ഉഷാറാവണം. അല്ലേ? ഒരു പേടിയും വേണ്ട. നല്ല സ്മാർട്ടായിട്ട് നിൽക്കുക. ഒക്കെ ശരിയാവും. ഫസീല സ്വീകരിക്കാൻ നല്ലൊരാൾ എന്തായാലും മുമ്പോട്ട് വരും കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വേറെ എന്താ പറയാനുണ്ടോ? എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ? അങ്ങനെ എന്താ പറയാനുണ്ടോ? പറഞ്ഞോ. നോക്കാൻ പറ്റണ
നോക്കാൻ പറ്റുന്ന ജോലിക്ക് പോയി അവളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലേ? ആ അത്ര മാത്രമേ നമുക്കുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരാൾ വരട്ടെ ഇൻഷാ അല്ലാ. ആ അപ്പോൾ ഫ്രണ്ട്സ്, ഫസീല കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 40 വയസ്സാണ് ആയത്. നമുക്കൊരു 45-50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത്. ഫസീലാൻ്റെ പറഞ്ഞല്ലോ, അവൾ പുറത്തേക്ക് അങ്ങനെ പോയി ശീലമൊന്നുമില്ല, വീട്ടിൽ തന്നെ നിന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. അപ്പോൾ പെട്ടെന്ന് പുറത്തുള്ള ഒരാൾ വരുമ്പോൾ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനൊക്കെ നല്ലൊരു പേടി, ഒരു ബേജാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ മാറി വരും നമുക്ക് വിചാരിക്കാം. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഗുളിക കുടിക്കണം, ടെൻഷനുള്ള ഗുളികയാണ്. പിന്നെ ദേഷ്യം വരും, ഇങ്ങനെ ഒക്കെ ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നല്ലൊരു പാർട്ണറൊക്കെ വരുമ്പോൾ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ള ഉദ്ദേശം അങ്ങനെയൊന്നും നമുക്ക് പറയാനാവില്ല. ഈ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളാവണം. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാം മനസ്സിലാക്കി വരുന്ന നല്ലൊരു പാർട്ട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ വസ്വാസിൻ്റെ വിഷയമൊന്നും ഇപ്പം അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ വാട്സപ്പിലേക്ക് വൃത്തികെട്ട അങ്ങനത്തെ വീഡിയോ അയക്കാൻ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ വലിയ കേമന്മാരാണ് എന്നിട്ട് മാനസിക വൈകല്യങ്ങൾ ബാധിച്ച ചില ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് തുടർന്നോ. ആളുകൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കലേ ഇതിലൊരു രക്ഷയുള്ളൂ. ഓരോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന പോലെ ആണെങ്കിൽ പോലെ ഈ പരിപാടിക്ക് നിൽക്കുകയല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ പിന്നെ ശേഷിയുള്ള മക്കളാണ് ഈ ഡിഫറെൻറ്റ് മേരെ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ഒരു മൈൻഡ് ഇതായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊന്നും ഓല ഇതായിക്കോട്ടെ. വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഫോൺ എടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളതൊക്കെ ഒരു അവയർനെസ്സായി നിൽക്കുക. എൻ്റെ സുഹൃത്താണ് അതാണെന്നൊന്നും പറയുന്നത് വിശ്വസിക്കരുത്. എനിക്കങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊന്നും ഇതിൽ വന്ന് വിളിക്കുന്ന ആൾക്കാരല്ല. അതെല്ലാവരും മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് വിളിക്കുമ്പോൾ ബേജാറാകാണ്ടിരിക്കുക, ഫോൺ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. കൂടുതൽ റിസ്ക്കാണ്. നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ളൊരു ധൈര്യം കാണിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോവുക, അതിനിപ്പോൾ എന്താ, പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, പൊതുജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഗഡ്സോട് കൂടി മുമ്പോട്ട് നിൽക്കുക. എന്തുണ്ടെങ്കിലും എന്നോട് പറയാം, എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നോട് പറയാം. പറയാനല്ലേ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വീഡിയോ ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഓലെ നമ്പർ പബ്ലിക്കായിട്ട് ഒലിക്ക് എഴുതി കൊടുക്കണമെങ്കിലോ ഒക്കെ എന്നോട് പറയുക എന്താണ് വിഷയം എന്നുള്ളത് കേട്ടോ. പറയാതിരിക്കരുത്. അപ്പോൾ ഓക്കെ, എത്രയും പെട്ടെന്ന് വസീലാക്ക് നല്ലൊരു വരം വരട്ടെ. പിന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ അന്വേഷിക്കാൻ. പലരും പല കോലക്കാരായിരിക്കും. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ മാക്സിമം അന്വേഷിക്കണം. ഇനി നിങ്ങൾക്കൊരു ഡോക്ടറുടെ കൗൺസിലിങ്ങോ മറ്റോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എടുക്കണം. എന്നിട്ട് ശേഷം കല്യാണത്തിനായിട്ട് മുമ്പോട്ട് വരിക കേട്ടോ. കാരണം ഈ ബുദ്ധിപരമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അല്ലാതെ കല്യാണം കഴിഞ്ഞ് 4ൻ്റെ അന്ന് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, വീഡിയോയിൽ അങ്ങനെയൊന്നും ഇല്ലാലോ എന്നൊന്നും പറയരുത്. കാരണം ഒരു 10 മിനിറ്റ് വീഡിയോയിൽ അവരുടെ ചെറിയൊരു ഭാഗങ്ങൾ കാണുന്നുള്ളൂ. ബാക്കി നമ്മുടെ ലൈഫ് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ കേട്ടോ. ഒരു പാവം മോളാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. അവളുടെ ജീവിത സാഹചര്യവും അവളെ പിന്നെ ആ ഒരു സറൗണ്ടിങ്സ് എല്ലാം കൊണ്ടാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് ആ ഒരു മൈൻഡിലായിപ്പോയി. കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഡിപ്രഷൻ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവട്ടെ, നല്ലൊരാൾ വരട്ടെ.